നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ട് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്ത ആളുകളുടെ ലിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ മസ്റ്റിംഗ് ചെയ്ത കാര്യങ്ങൾ ശരിയായിട്ട് മസ്റ്റിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് നമ്മുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ മസ്റ്റിംഗിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ എങ്ങനെ ചെയ്യാമെന്ന് വളരെ വിശദമായി ചെറിയ വീഡിയോസിൽ നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഇൻ്റർനെറ്റുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതിയാകും. ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മറ്റു ആളുകളുടെ സഹായം തേടാം. അത്യാവശ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അത് എങ്ങനെ നോക്കാം എന്നുള്ളത് വളരെ വിശദമായി തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നോക്കാം. ഇതിൽ കാണുന്നത് പോലെ നമ്മുടെ പെൻഷൻ മസ്റ്റിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അതല്ല, മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ പെൻഷന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ റിജക്റ്റഡ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റഡ്, സസ്പെൻഡഡ് എന്നെല്ലാം കാണിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അതെന്ത് കാരണം കൊണ്ടെന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ സ്ക്രീനുകൾ ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്ത കാര്യമാണിത്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കുക. ഞാനിവിടെ ക്രോമാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളോ അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഓൺ ആക്കുക. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് പെൻഷൻ കേരള എന്നോ അല്ലെങ്കിൽ പെൻഷൻ തിരച്ചിലെന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് പെൻഷൻ കേരള എന്നാണ്. ഇതിൽ നമുക്ക് പെൻഷൻ സേവന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പെൻഷൻ കേരള എന്ന് കൊടുക്കാം. ഇനി മലയാളത്തിൽ പെൻഷൻ തിരച്ചിലെന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വെബ്സൈറ്റാണത്. സർക്കാരിനുള്ള വെബ്സൈറ്റ് തന്നെയാണ്. നമ്മുടെ രേഖകളൊന്നും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടോ ഈ സൈറ്റിൽ തിരച്ചിൽ കൊണ്ട് സംശയിക്കില്ല. അതിനിടയിൽ കാണുന്ന പെൻഷൻ തിരച്ചിലെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പെൻഷൻ കേരളയിൽ പെൻഷൻ തിരച്ചിലെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണുക. ഒന്ന് പെൻഷൻ ഐ ഡി. നമ്മുടെ പെൻഷൻ ഐ ഡി നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ ഐ ഡി വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ ഐ ഡി ആ കിട്ടിയ പേപ്പറിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ പെൻഷൻ ഐ ഡി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാം. അതായിരിക്കും ഒന്നും കൂടി നമുക്ക് എളുപ്പം. നമ്മുടെ കയ്യിലുള്ള അതും അതായിരിക്കും. അതല്ലെങ്കിൽ പെൻഷൻ വരുന്ന അക്കൗണ്ട് നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ കൂടുതൽ ആളുടെയും കയ്യിലുണ്ടായിരിക്കുക ആധാർ നമ്പറാണ്. അത് വെച്ചായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി ആധാർ നമ്പർ അറിയാത്ത ആളുകളാണെങ്കിൽ പെൻഷൻ ഐ ഡി വെച്ച് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ചെക്ക് ചെയ്യാം. എങ്ങനെയായാലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പെൻഷൻ ഐ ഡി വെച്ചാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ച് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആധാർ നമ്പർ വെച്ച് ക്ലിക്ക് ചെയ്യണം. ഏത് വെച്ച് കാര്യങ്ങളാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ റൗണ്ടിൽ നമ്മൾ ജസ്റ്റ് തൊട്ട് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇവിടെ ആധാർ നമ്പർ വെച്ചാണ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. അവിടെ നമ്മുടെ 14 അക്ക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ തെറ്റാതെ അവിടെ അടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ആധാർ നമ്പർ അതല്ലെങ്കിൽ പെൻഷൻ ഐ ഡി എന്തായാലും നമ്മൾ അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ആളൊക്കെ മാത്രമാണ് കാണുന്നത്. ബാക്കി വേറെ ഒരാളുടെ ആധാർ കാർഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് വിടാത്തത് കൊണ്ടാണ് അങ്ങനെ അതറിയാത്തത്. അതിനുശേഷം താഴെ കാണുന്ന ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണുന്നത് 8348 എന്നുള്ളതാണ്. അത് മാറി മാറി വരും. നമ്മൾ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും ഓരോ നമ്പറായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നമ്പറാണ് അവിടെ കാണുന്നത് അത് കറക്റ്റായി തന്നെ ചെക്ക് ചെയ്യുക. ഞാൻ ഇതിനെക്കുറിച്ച് തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത്ര വിശദമായി പറയുന്നത്. സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ അവിടെ കാണുന്നത് 8348 എന്നുള്ള നമ്പറാണ്. ആ നമ്പർ അവിടെ കറക്റ്റായതിനു ശേഷം തിരിയുക എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് താഴേക്ക് ഫോൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ്റെ ആളുടെ പേര്, അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായ ആളുടെ വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ നമ്മളുടെ മുകളിൽ കാണിക്കും. അതിനുശേഷം താഴത്ത് കാണിക്കുന്ന പെൻഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. 1600 രൂപയാണ് ഇയാൾക്ക് പെൻഷൻ ലഭിക്കുന്നത്. പെൻഷൻ അപ്രൂവൽ ചെയ്ത തീയതി 2019 പെൻഷൻ അപ്രൂവൽ ആയ തീയതി. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങിയത് ഇയാളുടെ സ്റ്റാറ്റസ് സസ്പെൻഡ് ആയിരിക്കുകയാണ്.
പല കാരണം കൊണ്ടും ഇയാൾക്ക് സസ്പെൻഡ് ആയിരിക്കാം. ഒന്നുകിൽ പെൻഷൻ മസ്റ്റിംഗ് കറക്റ്റായി ചെയ്തിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് സസ്പെൻഡ് ആയതായിരിക്കാം. ഏതായാലും അത് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇയാൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ഇയാൾ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇയാൾ എത്രയും പെട്ടെന്ന് തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ തന്നെ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ മസ്റ്റിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. ഇയാൾ ഇത്രയും കാലമായിട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിച്ചിട്ടില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇയാളെ പെൻഷൻ മുടങ്ങിയത്. ഈ ഒരു വ്യക്തിയുടെ കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇയാൾ മസ്റ്റിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് ഇയാളുടെ പെൻഷൻ മുടങ്ങിയത്. അതുപോലെ തന്നെ ഇയാൾ ആധാർ നമ്പർ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. അതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലെത്തിയോ, ഏത് മാസത്തെ പെൻഷനാണ് നമ്മുടെ അക്കൗണ്ടിലെത്തിയത് എന്നിങ്ങനെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഓരോ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാത്തത്. ഒന്ന്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല, അതുപോലെ തന്നെ മസ്റ്റിങ്ങും ചെയ്തിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ മസ്റ്റിങ്ങും പൂർത്തിയാക്കണം, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും ഇയാൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയും. ഇതിൽ സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ, ഒട്ടുമിക്ക ആളുകൾക്കും നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായി തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ചെയ്തത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്നിങ്ങനെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.